നഗരസഭയിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി പുതിയ തർക്കം. കോൺഗ്രസിൽ നിന്നും ഒന്നിലേറെ പേർ വൈസ് ചെയർമാൻ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ വിമതനായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിനോട് വൈസ് ചെയർപേഴ്സൺ പദവിയിൽ തുടരാനാണ് കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെതിരെ വിമതയായി മത്സരിച്ച് വിജയിച്ചാണ് മായ രാഹുൽ പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ എത്തിയത്. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന മുനിസിപ്പാലിറ്റിയിൽ മായ രാഹുലിന് ആദ്യത്തെ 6 മാസം വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയാണ് UDF ഭരണം ഉറപ്പിച്ചത്. ചെയർപേഴ്സൺ പദവി 3-അംഗ സ്വതന്ത്ര കൂട്ടായ്മയിലെ ദിയ പുളിക്കക്കണ്ടത്തിനും നൽകി. 6 മാസത്തിനു ശേഷം സ്വതന്ത്ര കൂട്ടായ്മയിലെ മറ്റൊരംഗമായ ബിനു പുളിക്കക്കണ്ടത്തിനാണ് വൈസ് ചെയർമാൻ പദവി വാഗ്ദാനം ചെയ്തത്. ഒരു കുടുംബത്തിലെ 2 പേർക്ക് ചെയർമാൻ വൈസ് ചെയർമാൻ പദവികൾ നൽകുന്നത് കോൺഗ്രസ് അംഗങ്ങൾ എതിർത്തു. ഇതോടെ ഭരണത്തിൽ പ്രതിസന്ധിയായി. ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ ഇപ്പോൾ വൈസ് ചെയർമാൻ സ്ഥാനത്തിനായി കോൺഗ്രസിൽ നിന്നും ഒന്നിലേറെ പേരാണ് അവകാശവാദമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഭരണമുന്നണിയിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മായ രാഹുൽ രാജിവെച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. അതിനാൽ മായ രാഹുലിനോട് വൈസ് ചെയർപേഴ്സൺ പദവിയിൽ തുടരാനാണ് കോൺഗ്രസിൻ്റെ നിർദ്ദേശം. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.